അങ്ങനെ 2 വീടുകളിലും കറങ്ങി കുറച്ച് നേരം കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചനൊരു ചേച്ചിയോട് വരാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസമല്ലേ ക്ഷീണം കാണുമല്ലോ എന്ന് പറഞ്ഞ് മാങ്ങാക്കറിയും ബീഫും ചിക്കനും ചീരത്തോരനും. ചീര നമ്മൾ വന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വന്ന വഴിക്ക് അങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കി വലിയപ്പച്ചനും വലിയമ്മച്ചിക്ക് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അപ്പച്ചൻ ഒരു കോഴീനെ പിടിച്ചു കൊണ്ടുപോയി നാടൻ കോഴീനെ വെക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് കൊച്ചേട്ടനൊക്കെ വരും കേട്ടോ. അപ്പോൾ നാടൻ കോഴീനെ സെറ്റാക്കാൻ പോണതാണ്. നമ്മുടെ ചെടികളും മരങ്ങളൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പച്ചൻ എപ്പോഴും നനയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് വലിയപ്പച്ചനും കൂടി കോഴീനെ പിടിച്ചിട്ട് അതിൻ്റെ കഥകളൊക്കെ ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കണമാണ്. ഇതൊക്കെ കണ്ട് ഇവന്മാരിങ്ങനെ ഓരോന്നും കണ്ട് കിണറൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിയുടെ പപ്പും പൊടിയൊക്കെ പറിച്ച് നന്നാക്കി ഒരാൾ തരുന്നത് അതിന് വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. പക്ഷേ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന തറവാട്ടിലൊക്കെ വെച്ചിട്ട് പേപ്പനൊക്കെ കോഴിനൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കി അതിൻ്റെ പപ്പും തൂലൊക്കെ പറിച്ച് കളയണമൊക്കെ. അപ്പോൾ നമ്മുടെ വീട് കവലയ്ക്ക് തന്നെ കേട്ടോ, ചെറിയൊരു കവല. അപ്പോൾ അവിടെ റോജിയം ജോണ്ട് പ്രചരണമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ പോയിരുന്നത് കണ്ട് റോജിയം ജോൺ ഞങ്ങളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരുകളൊക്കെ വെള്ളമൊക്കെ ഇട്ട് വന്നേക്കണം കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ തിരിച്ച് വരേണ്ട വീട്ടിലേക്ക് വരണവർക്ക് നമ്മുടെ പടിക്കെത്തുന്ന ഒരു കപ്പലിൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ ഇവന്മാർ കപ്പലിൻ്റെ വേണം പറഞ്ഞ് 2 കപ്പലിൻ്റെ പൊതി വാങ്ങിച്ചു കൊടുത്തു. അതേ ഞങ്ങൾ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. മറ്റൊരു അപ്പോഴേക്കും അമ്മ ഡിസ്ചാർജ് ചെയ്ത് വന്നായിരുന്നു. നമ്മളെ കാണുമ്പോഴേക്കും അമ്മമാരുടെ അസുഖമൊക്കെ മാറുമല്ലോ. ഞാൻ ചെന്നപ്പോൾ അമ്മ അടുക്കളയിൽ നല്ല പണി എടുത്തുകൊണ്ടിരിക്കുക, ബീഫും ചക്കയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മയുടെ ചക്കയും ഇറച്ചിയൊക്കെ കഴിച്ചു കേട്ടോ. ഒന്നും ഇട്ടില്ല എന്ന് അമ്മ പറഞ്ഞത്, ജസ്റ്റ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചൂടാക്കിയിട്ട കാര്യം പറയാമല്ലോ, അതുപോലെ അമ്മ ചൂടാക്കിയിടുവേ. നല്ല രുചി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിട്ട് വീണ്ടും അന്ന് രാത്രി തന്നെ നമ്മുടെ നടുവട്ടത്തെ വീട്ടിലേക്ക്